بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن عمرو بن سعيد بن العاص رضي الله عنه قال رسول الله صلى الله عليه وسلم ما نحل والد ولدا من نحل أفضل من أدب حسن. വിശ്വാസന പറഞ്ഞ ഉന്നത സംസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും ഒരു പിതാവും തൻ്റെ സന്താനത്തിന് സമ്മാനമായി നൽകുന്നില്ല. വളരെ അർത്ഥവത്തായൊരു ഹദീസാണ്. സന്താനങ്ങൾ നല്ല ധാർമ്മിക ബോധമുള്ളവരും സംസ്കാര സമ്പന്നരുമായി തീരാൻ ആവശ്യമായ തർബിയത്ത് അഥവാ ശിക്ഷണ ശീലങ്ങൾ നൽകേണ്ടത് രക്ഷിതാക്കളുടെ ചുമതലയാണ്. മുസല്ലമൻ ഹദീസിൽ പറഞ്ഞു, നിങ്ങൾ മക്കൾക്ക് അർഹമായ പരിഗണന നൽകുകയും അവരുടെ പെരുമാറ്റ രീതികൾ ഉത്കൃഷ്ടമാക്കുകയും ചെയ്യണം. കേവലം ഒരു മദ്രസാ പഠനത്തിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല അവരുടെ ശിക്ഷണശീലങ്ങൾ. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി കൈവരുന്നത് വരെ ഒരു മുസ്ലിം എന്ന നിലക്കുള്ള കടമകളും കടപ്പാടുകളും സ്വഭാവ രീതികളും അവരിലുണ്ടോ, അതിന് വിരുദ്ധമായ രീതിയിലാണോ അവർ നീങ്ങുന്നത് എന്നൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ആവശ്യമായ പരിശീലനങ്ങളും ഉപദേശങ്ങളൊക്കെ അവർക്ക് നൽകേണ്ടതുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, അദ്ദിബ് ഇബ്നക ഫൈനക മസ്ഊലുൻ അൻഹു മാദാ അദ്ദബ്തഹു വമാദാ അല്ലംത. നീ നിൻ്റെ മകന് നല്ല മര്യാദകൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നീ ചോദ്യം ചെയ്യപ്പെടും. നീ എന്തൊക്കെയാണ് അവനെ പഠിപ്പിച്ചത്, എന്തൊക്കെ മര്യാദകളാണ് അവനെ പരിശീലിപ്പിച്ചത് എന്ന് അള്ളാഹു ചോദ്യം ചെയ്യും. തൻ്റെ പിതാവിനെക്കുറിച്ച് മകനോട് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഒരാളുടെ മകനെക്കുറിച്ച് ആണ് ആദ്യം ചോദിക്കുക. സഹല പറഞ്ഞ പോലെ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തിഹി. എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. ഓരോരുത്തരും തൻ്റെ കീഴിലുള്ളവരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മക്കൾ തെമ്മാടികളും ധിക്കാരികളും താന്തോന്നികളും സംസ്കാരശൂന്യരുമായി വളരുന്നതിൻ്റെ ഉത്തരവാദിത്തം ഒരു പരിധിവരെ മാതാപിതാക്കൾക്ക് തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാൻ അവർക്കാവില്ല. അത്തരം മാതാപിതാക്കൾ സമൂഹത്തോട് ചെയ്യുന്ന അപരാധവും നിസ്സാരമല്ല. ദുർവൃത്തരായ ഒരു തലമുറയെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ അവർ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയുമില്ല. ഒരിക്കൽ ഖലീഫ ഉമറിൻ്റെ സന്നിധിയിൽ ഒരാൾ തൻ്റെ മകനെക്കുറിച്ചുള്ള പരാതിയുമായിട്ട് വന്നു. എൻ്റെ മകൻ എന്നെ ഉപദ്രവിക്കുന്നു, കഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ആ മകനെ വിളിച്ച് കുറേ ഉപദേശിച്ചു. അപ്പോൾ അന്നേരം അവൻ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഒരു പിതാവിന് തൻ്റെ സന്താനങ്ങളോട് വല്ല ബാധ്യതയുമുണ്ടോ? അപ്പോൾ ഖലീഫ പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. അവൻ ചോദിച്ചു, എങ്കിൽ എന്തെല്ലാമാണ്? ഉമർ പറഞ്ഞു, അവൻ്റെ മാതാവിനെ നല്ല സംസ്കാരം ശീലിപ്പിക്കുക, മക്കൾക്ക് നല്ല പേര് വിളിക്കുക, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് കേട്ടപ്പോൾ ആ മകൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ പറഞ്ഞതിൽ ഒന്നുപോലും എൻ്റെ പിതാവ് ചെയ്തിട്ടില്ല. ഒരു അഗ്നിയാരാധകൻ്റെ കീഴിൽ വളർന്ന ഒരടിമപ്പെണ്ണാണ് എൻ്റെ മാതാവ്. എനിക്ക് പേരിട്ടതാകട്ടെ ജ്വാല, അതായത് കരിവണ്ട് എന്നാണ് പേരിട്ടുള്ളത്. ഇനി ഖുർആനിൽ നിന്ന് ഒറ്റ സൂക്തം പോലും എന്നെ പഠിപ്പിച്ചിട്ടുമില്ല. അപ്പം ഇത് കേട്ട് ക്ഷുഭിതനായ ഉമർ പരാതിക്കാരനായ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യഥാർത്ഥത്തിൽ തൻ്റെ മകൻ താങ്കളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് താങ്കൾ അവനെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. അവൻ മോശമായി പെരുമാറുന്നതിന് മുമ്പ് താങ്കൾ അവനോട് മോശമായി പെരുമാറി. അള്ളാഹുവിൻ്റെ പ്രീതിയും സാമീപ്യവും ലഭിക്കാൻ നല്ല മക്കൾ കാരണമായി തീരുമെന്ന് ഖുർആനിൽ പല ഭാഗത്തും പറയുന്നുണ്ട്. സ്വന്തം ഹദീസിൽ പറഞ്ഞു, ഒരാൾ മരണപ്പെടുന്നതോടെ അയാളുടെ സൽക്കർമ്മങ്ങളൊക്കെ നിലച്ചു പോകും, 3 എണ്ണം ഒഴികെ. പ്രയോജനം നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന
സാലിഹായ സന്താനം. അപ്പോൾ മക്കളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അവരെ നല്ല സംസ്കാര സമ്പന്നരാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ് എന്നാണ് ഇവിടെ ഉദ്ധരിച്ച ഈ ഖുർആനായത്തും ഹദീസൊക്കെ തന്നെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.